ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റ് സീരീസ് എപ്പിസോഡ് 2 ആണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒരു ബെഡും പിന്നെ കുറച്ച് ടൂൾസും കുറച്ച് മരങ്ങളൊക്കെ ഒപ്പിച്ച് നമ്മൾ കുറച്ചൊക്കെ ഒരു ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി. അതുമാത്രമല്ല ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരിക്കും ഗൈസ്. സോ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഗെയിം കളിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ കേക്കൊക്കെ മുറിച്ച് നമ്മളൊരു ബർത്ത്ഡേ ആഘോഷിക്കുന്നതായിരിക്കും ഗൈസ്. അതിൻ്റെ ഒന്നാമത്തെ ദിവസത്തിന് ശേഷം എൻ്റെക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഞാൻ ചെസ്റ്റിനകത്ത് വെച്ചിട്ട് കേവിനകത്ത് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു ഗൈസ്. ബട്ട് കേവിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ എന്നെ അവർ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ ആർമറും പാൻറ്റും വെപ്പണും ഒന്നും ഇല്ലാണ്ട് പോയിട്ട് കാര്യമില്ല. സോ കുറച്ച് ദിവസം കൂടി സമാധാനപരമായിട്ട് ജീവിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ദെൻ മനസ്സിൽ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ വെച്ച് ആദ്യം തന്നെ ഒരു കോഴി ഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫെദർ വേണം, വേറെ ഒന്നിനുമല്ല ഗൈസ്, അമ്പും വില്ലും ഒക്കെ ഉണ്ടാക്കാനാണ്. എനിമി ദൂരത്ത് നിന്ന് തന്നെ അടിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അവനെയൊക്കെ കൊന്ന് കഴിയണം ഞാൻ. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും കഴിക്കാനാണെങ്കിൽ വില്ലേജിൽ ഒരു തേങ്ങയും ഇല്ല, ഒരു കൃഷിസ്ഥലവും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. ഞാൻ കണ്ടിട്ടില്ല കൃഷിസ്ഥലമൊക്കെ ഇല്ലാത്ത വില്ലേജ്. പോരാത്തതിന് ഓരോ വീട്ടിൽ നിന്നും സാധനങ്ങൾ അടിച്ചു മാറ്റാനായിട്ട് ഞാൻ പോയിട്ടില്ല, കാര്യം ഞാനിപ്പോൾ രാജാവാണ് ഗൈസ്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സീഡ്സ് ഒക്കെ ഞാൻ എങ്ങനെ മന്ത്രം ചൊല്ലി ഉണ്ടാക്കുമോ? ഇതിനകത്താണെങ്കിൽ ഒരു കൃഷിസ്ഥലം ഇല്ല. ദെൻ ഞാൻ പശുവിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലെതർ കിട്ടിയാലേ എനിക്ക് ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സീഡ്സിന് ക്ഷാമമായതുകൊണ്ട് അടുത്തുള്ള പുല്ലൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് സീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഗൈസ്. ദെൻ കൃഷി ചെയ്യാന്ന് വെച്ചപ്പോഴേക്കും വാട്ടർ ബക്കറ്റ് ഇല്ല, ഓപ്പ്. ലാസ്റ്റ് വെള്ളത്തിലിറങ്ങി മണ്ണ് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കൃഷി തുടങ്ങി ഗൈസ്. ഇനി വെള്ളം കിട്ടില്ല എന്ന് പറയല്ലേ? അല്ല പിന്നെ ഗൈസ്, കോഴി ബ്രീഡാവണമെങ്കിൽ സീഡ് വേണം. കോഴി ബ്രീഡായി കുറേ ആയാലേ അതിനെ കൊന്ന് ഫുഡും ഫെദറൊക്കെ കളക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. അതിന് കൃഷി ചെയ്ത കൃഷിയാണെങ്കിൽ ഒന്നും വളർന്ന് കിട്ടുന്നില്ല ഗൈസ്, അതുകൊണ്ട് സീഡും കിട്ടുന്നില്ല. ഇനി പെട്ടെന്ന് ഇതൊക്കെ വളരണമെങ്കിൽ ബോൺ മീൽ വേണം ഗൈസ്. 2-3 സ്കെലട്ടനെയൊക്കെ കൊന്നിട്ട് 2-3 ബോണും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അത് കൊടുക്കത്തില്ല, കാര്യം ഞാനത് പട്ടീനെ ടേം ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക. എന്നാൽ പിന്നെ സ്കെലട്ടനൊക്കെ ഒന്ന് ബോൺ എടുക്കാനാണെങ്കിൽ എൻ്റെ പൊന്ന് ഗൈസ്, സോംബീസ് മൊത്തം തന്നെ ഉരുട്ടിയിട്ടിടിയും. അങ്ങനെ ആകെ ഒരു ട്രയാങ്കിളിൽ പെട്ട അവസ്ഥ. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വില്ലേജേഴ്സ് ഇങ്ങനെ മഞ്ഞിനകത്താണ് പോകുന്നുണ്ടായിരുന്നു, അവന്മാരെ രക്ഷിക്കാനും പറ്റുന്നുണ്ടായിരുന്നു. പിന്നൊന്നും നോക്കിയില്ല, വീടുണ്ടാക്കാനുള്ള സ്റ്റോൺസ് കളക്ട് ചെയ്യാന്ന് വെച്ച് നേരെ താഴോട്ട് കുഴിച്ച് അങ്ങോട്ട് പോയി. പല സ്റ്റോൺസൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. അവിടെ നിന്ന് കോളൊക്കെ ശേഖരിച്ച് ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ലാപ്പീസും കിട്ടി. അങ്ങനെ ആദ്യമായിട്ട് അയൺ കിട്ടി ഗൈസ്. പിന്നെ കുറച്ചും കൂടി താഴോട്ടൊക്കെ പോയി കുറേ ഡീപ്പ് സ്ലേറ്റും കാര്യങ്ങളൊക്കെ ബ്രോക്ക് ചെയ്തെടുത്തു ഗൈസ്. ഈ കുഴി ഉണ്ടാക്കി താഴെ ചെന്നപ്പോഴത്തേക്കും താഴെ ഒരു കേവ് ഉണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ ഉള്ളിലത്രയും കയറി അയൺ കണ്ടുകൊണ്ട് അവിടെ നിന്നും അടി ഉണ്ടാക്കി അയണം എടുത്തുകൊണ്ട് വന്നു. ലാസ്റ്റ് ഈ കയറ്റം കയറാനായിട്ട് ഏണി ഉണ്ടാക്കി മേളിലോട്ട് കയറി വേണ്ടാത്തതും വേണ്ടതുമായിട്ടുള്ള എല്ലാ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ചെസ്റ്റിനകത്ത് വെച്ചു ഗൈസ്. അതിൻ്റെ അയണേറ്റ് ഉരുക്കി ഞാൻ അയണാക്കി ഗൈസ്. അതേപോലെ ആർമറും പാൻറ്റും ഷൂസും പിക്കാറ്റ്സും 2 ഷീൽഡൊക്കെ ഉണ്ടാക്കി. ദെൻ ഒന്നുകൂടെ മൈനിങ്ങിനൊക്കെ ഇറങ്ങി ഗൈസ്. പിന്നെ കുറച്ച് അയൺസും കാര്യങ്ങളൊക്കെ കിട്ടി, റെഡ് സ്റ്റോൺ ഓൾസോ. പിന്നെ ഒരു സ്റ്റോൺ കട്ടർ ഉണ്ടാക്കി കുറേയൊക്കെ സ്റ്റോൺ ഉണ്ടാക്കി വെച്ചു ഗൈസ്. ചില സ്റ്റോൺസിനൊക്കെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല, അതിന് സ്റ്റോൺ കട്ടർ തന്നെ വേണം. പലർക്കും ഇത് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ ചെയ്തത് ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയെടുത്തു ഗൈസ്. ഒരു ഷേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ആടിനെയൊന്നും കൊല്ലാൻ പറ്റത്തില്ല ഗൈസ്. ആടിൻ്റെ ജീവൻ കളയാണ്ട് തന്നെ നമുക്ക് ഷേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് അവരുടെ വൂളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. പോരാത്തതിനും മരത്തിൽ നിന്ന് ഇലകളൊക്കെ പറിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഷേഴ്സും കാര്യങ്ങളും വേണം. ദെൻ ഹൗസ് ഉണ്ടാക്കാനുള്ള സ്ഥലമൊക്കെ നിരപ്പാക്കാൻ തുടങ്ങി ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ സീഡ്സൊക്കെ കോഴിക്കും കൊടുത്തു. മുട്ടയൊക്കെ ശേഖരിക്കാനും തുടങ്ങി ഗൈസ്. ഈ മുട്ടയൊക്കെ ശേഖരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ ഗൈസ് ഞാൻ എന്താണ് ചെയ്യാൻ പോണേന്ന്? പോരാത്തതിന് നമുക്ക് എപ്പോഴും വാട്ടറിന് വേണ്ടി നമ്മൾ ഈ പുഴയ്ക്കകത്ത് പോയിട്ട് അവിടെ നിന്ന് വെള്ളം എടുക്കുന്ന പരിപാടി നടക്കത്തില്ല. സോ ഞാൻ ആദ്യം തന്നെ ഒരു ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനാദ്യം നമ്മളൊരു 3 കുഴി എടുത്തിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇട്ട് നമ്മൾ 2 വെള്ളം കൊണ്ടുപോയി ഒഴിക്കണം. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള വെള്ളം ലെഫ്റ്റ് സൈഡിലോട്ട് ഒഴുകും, ലെഫ്റ്റ് സൈഡിലുള്ള വെള്ളം റൈറ്റ് സൈഡിലോട്ട് ഒഴുകുമ്പോൾ നമുക്ക് നടുക്കുന്ന വെള്ളം എടുക്കാൻ പറ്റും ഗൈസ്. ആ വെള്ളം തീർന്നു പോകത്തുമില്ല. മുകളിലായിട്ട് മരച്ചോട്ടി കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാമെന്ന് വിചാരിച്ച് ഗൈസ്. കാര്യം ഇപ്പം നമ്മുടെ കയ്യിൽ വാട്ടർ ബക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അവിടെ ഒരു വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ടാക്കാനായിട്ട് ചെറിയ കുഴിയൊക്കെ ഇട്ട് എടുത്തിട്ട് അവിടെ തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കാം. ദെൻ ആ മണ്ണ് നമുക്ക് കൃഷി ചെയ്യാനുള്ള മണ്ണാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റും ഗൈസ്. ദെൻ പശുവിനെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ ഒരു തീ പിടുത്തതിൻ്റെ ശബ്ദം ഗൈസ്. കുറച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും ഗൈസ് ദൂരത്ത് തീ പിടുത്തം. ഒരു കാര്യം ഉറപ്പാണ് ഗൈസ്, മഴ പെയ്ത് ഇടി വെട്ടിയാണ് തീ കത്തിയതെങ്കിൽ അങ്ങനെ ആയിരിക്കും ചാൻസ്, അല്ലെങ്കിൽ ലാവപ്പൂള് വല്ലതും ആയിരിക്കും ഗൈസ്. സൈഡിലായിട്ട് ലാവപ്പൂളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം തന്നെ മരത്തിലെ തീ എടുത്താനായിട്ടാണ് നോക്കിയത്, അല്ലെങ്കിൽ അടുത്ത മരത്തിലോട്ട് പടരും കാട്ട് തീയാവും. ദെൻ നമുക്ക് ഇൻഫിനിറ്റി കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ലാവയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് ഗൈസ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ 14ാമത്തെ ദിവസവും കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഇന്നാണ് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് വിചാരിക്കുന്നത്. ഡേ 15 ആണ്. ബട്ട് ബർത്ത്ഡേ ശരിക്കും എപ്പോഴാണ് ആഘോഷിക്കാൻ നോക്കിക്കോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പണിയുണ്ട് ഗൈസ്. പോരാത്തതിന് നമ്മുടെ കയ്യിൽ ഒരു ബക്കറ്റല്ലേ ഉള്ളൂ, 3 ബക്കറ്റ് വേണം മിൽക്ക് ക്യാരി ചെയ്യാനായിട്ട്. 3 ബക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു എഗ്ഗും 2 ഷുഗർ കെയിനും
3 വീറ്റും ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ബട്ട് ഗൈസ് ഈ ഷുഗർ കെയിൻ എവിടെ നിന്ന് ഉണ്ടാക്കും? ഈ ഒരു ഗ്ലാൻഡിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. സോ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇനി 2 സംഭവങ്ങൾ വേണമെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് ഷുഗർ കെയിൻ, പിന്നെ ഒന്ന് 2 ബക്കറ്റാണ്. കുറച്ചധികം സഞ്ചരിച്ചിട്ടാണെങ്കിലും ഷുഗർ കെയിൻ കണ്ടുപിടിച്ചു ഗൈസ്. നിങ്ങൾക്ക് എത്രത്തോളം സഞ്ചരിച്ചു എന്ന് അറിയണമെങ്കിൽ മേളിലുള്ള കോർഡിനേറ്റ് ഒക്കെ നോക്കിയാൽ മതി. പിന്നീട് എൻ്റെ ലക്ഷ്യം അയൺസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാര്യം നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ അയണും കാര്യങ്ങളൊക്കെ വേണം. ഒരു നിവർത്തിയും ഇല്ലാണ്ട് വന്നപ്പോഴേക്കും ഞാൻ പിന്നെ എല്ലാവരുടെ ഹൗസ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം ഏതെങ്കിലും ഒരു ഹൗസിനകത്ത് അയണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭാഗ്യമാണ് ഗൈസ്. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ഗൈസ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് എമറാൾഡും കുറച്ച് ഫുഡും ആപ്പിളൊക്കെയാണ് കിട്ടിയത് ഗൈസ്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവരുടെ ചെസ്റ്റിനകത്ത്. ഇവരെന്നെക്കാളും ദരിദ്രനാണ് ഗൈസ്. പോരാത്തതിന് താഴെ ഉണ്ടായിരുന്ന കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ മേളിലോട്ടാക്കിയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ. ലാസ്റ്റ് അയൺ ഇവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച സ്ഥലമില്ല ഗൈസ്. ആ ഒരു ഭാഗത്തു നിന്നാണ് എനിക്ക് അയണും കാര്യങ്ങളൊക്കെ പിന്നീട് കിട്ടിയത്. ആൻഡ് ആ ഒരു അയണും കാര്യങ്ങളൊക്കെ ഞാൻ 3 ബക്കറ്റാക്കി മാറ്റി ഗൈസ്. ആൻഡ് ഇനി വേറെ ഒന്നുമില്ല ഗൈസ്. പാർട്ടിക്കുള്ള, അതായത് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആദ്യം തന്നെ 4 ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇതെന്തിനാന്നൊക്കെ വഴിയെ മനസ്സിലാവും ഗൈസ്. ഇഷ്ടം പോലെ ടോർച്ചും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ ഗ്രാമം വിടാനുള്ള പരിപാടിയാണ് ഗൈസ്. എന്തിനാണെന്നല്ലേ? രാജാവിനൊരു കാര്യം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും അവിടെ പോയി എടുത്തിട്ട് വരും എന്നുള്ളതാണ് സാധാരണ ഒരു നാട്ടു നടപ്പ്. സോ ഞാൻ ആ സംഭവം എടുത്തിട്ട് വരാനായിട്ടാണ് പോകുന്നത് ഗൈസ്. അതെന്താണെന്നൊക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ബർത്ത്ഡേ ആഘോഷം എന്തായാലും ഗ്രാമത്തിൽ വെച്ചായിരിക്കും. സോ എന്തായാലും ഞാൻ തിരിച്ച് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഗൈസ്. അങ്ങനെ ഒരുപാട് സഞ്ചരിച്ച് രാവിലെ ഉച്ചയായി, വൈകിട്ടായി, വൈകുന്നേരം രാത്രിയായി. അപ്പോഴാണ് ഗൈസ് ഞാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത് ഗൈസ്. ബെഡ് എടുക്കാണ്ട് ഞാൻ എവിടെയാ പോണേ? രാത്രി ആയാലുള്ള കാര്യം അറിയാലോ ഗൈസ്. ലാസ്റ്റ് ഞാൻ പറ്റുന്ന പോലെയൊക്കെ അടി ഉണ്ടാക്കിയ ശേഷം ലൈഫ് തീരെ ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴി എടുത്ത് ഞാൻ വിളിച്ചിരുന്നു ഗൈസ്. തന്നെ ഒരു ബ്ലോക്ക് പൊട്ടിച്ചെടുത്ത് രാവിലെ ആവുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുമായിരുന്നു. സോ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പുലർച്ചയായി. അപ്പോഴേക്കും സോംബീസ് കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങി ഗൈസ്. അപ്പോഴാണ് എന്നെ ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് ഗൈസ്. പട്ടിക്കുട്ടിയെ ഒരു സ്കെലട്ടൻ അറ്റാക്ക് ചെയ്യുന്നു ഗൈസ്. എന്ത് വില കൊടുത്തും ആ പട്ടിക്കുട്ടിയെ ടേൺ ചെയ്ത് പെറ്റാകുക എന്നുള്ള കാര്യത്തിലാണ്. ബട്ട് ബോണില്ല ഗൈസ്. ഇന്നലെ കൊന്ന ആ സ്കെലറ്റൻ്റെ ബോണ് മാത്രമുണ്ട്. പിന്നെ ഇപ്പം പട്ടിക്കുട്ടി കൊന്നു കഴിഞ്ഞാൽ സ്കെലറ്റൻ്റെ ആ ഒരു ബോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ ടേം ചെയ്യാൻ നോക്കി, പറ്റുന്നില്ല. പിന്നെ ഒരു കടയാടി വന്നു ഗൈസ്. അവനെ കൊന്നില്ലെങ്കിൽ അവൻ എൻ്റെ പട്ടിക്കുട്ടിനെ കൊല്ലുക എന്നുള്ളതുകൊണ്ട് ഞാൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിനിടയ്ക്ക് പട്ടി കയറി വന്നു ഗൈസ്. അങ്ങനെ പട്ടിക്കുട്ടി ഡെഡായി. ഒറ്റയടിക്ക് കിട്ടിയ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് തന്നെ കളഞ്ഞു പോയ പോലെ തന്നെ. അവിടെ ഇരുന്ന് സീൻ അടിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയി. പോകുന്ന വഴി കുറച്ച് മത്തങ്ങ കിട്ടി, അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചു, ആവശ്യം വരും. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഫുഡും തീരാറായി, നല്ലപോലെ ക്ഷീണിക്കുകയും ചെയ്തു. കോർഡിനേറ്റ് നോക്കിയ ഗൈസ്. ഇത്രയും ദൂരത്ത് നമ്മൾ പോയി. പിന്നെ കാണാൻ കൊള്ളാവുന്ന നല്ലൊരു സ്ഥലം കണ്ടപ്പോഴേക്കും അവിടെ ഒന്ന് തമ്പടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ക്രാഫ്റ്റിംഗ് ടേബിളും പ്ലേസ് ചെയ്തു, ഫർണസും ഉണ്ടാക്കി, ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കുറച്ച് ഫണ്ണൊക്കെ വേണ്ട ഗൈസ്. അപ്പം കുറച്ചൊക്കെ ഫിഷിനെയൊക്കെ വെള്ളത്തിലിറങ്ങി പിടിക്കാനും തുടങ്ങി. അപ്പോഴാണ് ഞാൻ ആ ദൃശ്യം കാണുന്ന ഗൈസ്. ഒരു പട്ടിക്കുട്ടിയല്ലേ ആ കാണുന്നത്. എൻ്റെ കയ്യിലുള്ള എല്ലാ ബോണും കൊടുത്ത് ഞാൻ അവനെ ഫ്രണ്ടാക്കാൻ നോക്കി ഗൈസ്. പക്ഷേ എന്തോ ഒരു ബോണും കൂടി ഉണ്ടെങ്കിൽ അതിനെ ടേം ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർന്നു പോയി പെട്ടെന്ന് ബോണൊക്കെ. പിന്നെ ഞാൻ ആ പരിപാടിയിൽ അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. വീണ്ടും രാത്രി ആവാറായപ്പോഴേക്കും സോ ഗൈസ് ഞാൻ എൻ്റെ വൂളൊക്കെ ബെഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ നോക്കിയപ്പോഴത്തേക്കും പല പല കളറിലാണ് സംഭവിച്ചിരിക്കുന്നത്. സോ ഞാനൊരു റോസ് ഫ്ലവറിൻ്റെ ക്ലേ എടുത്തിട്ട് ഞാൻ ആ എല്ലാ വൂളും റോസ് കളറാക്കി മാറ്റിയിട്ട് ഞാൻ ബെഡ് ഉണ്ടാക്കാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ എനിക്കൊരു റോസ് ബെഡ് കിട്ടി. സോ ഞാൻ ആ റോസ് ബെഡിൽ കിടന്നാണ് ഞാൻ ഉറങ്ങിയത്. രാവിലെ ആകുമ്പോൾ അദ്ദേഹം മറ്റേ ട്രേഡൊക്കെ നടത്തുന്ന ചങ്ങായി വരുന്നു. അവൻ്റെ ട്രേഡൊന്നും എനിക്ക് വേണ്ട, പാവം രാജാവിന് ലീശ് ഒന്ന് കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ലീശ് എടുക്കാൻ നോക്കി. ആ കാണുന്ന മൃഗത്തിൽ കെട്ടി വെച്ചേക്കുന്ന സാധനമാണ് ഗൈസ് ലീശ്. അതിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലീശ് എടുത്തുകൊണ്ട് പോകാം. നമുക്കാണെങ്കിൽ വേറെ മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് റിസ്ക്കി ആയിട്ടാണെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ കഷ്ടപ്പെട്ട് കൊന്നു ഗൈസ്. ഇതാണെങ്കിൽ കൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും, അതാണ് വലിയ പ്രശ്നം. ദെൻ തമ്പടിച്ച സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് യാത്ര ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മറ്റേ സംഭവം കിട്ടി ഗൈസ്. ഞാൻ തേടി വന്ന സാധനം എന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല ഗൈസ്. ഈ ഒരു മരത്തിനെയാണ് ഞാൻ തേടി വന്നത്, ഡാർക്ക് ഓക്ക് പ്ലാങ്ക്. സോ ഞാൻ ഈ ഒരു മരം കിട്ടിയോണ്ട് തന്നെ ഈ മരത്തിലുള്ള കുറേ പ്ലാങ്കുകളും കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ തന്നെ കളക്ട് ചെയ്തു. വേണ്ടത്ര സാപ്ലിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് തിരിച്ച് നാട്ടിലോട്ട് പോയി. തിരിച്ച് പോകുന്ന വഴി നമ്മൾ ഇറങ്ങി വന്ന മലയൊക്കെ കണ്ടപ്പോഴേക്കും ഇതിൽ നിന്ന് എങ്ങനെയാണോ കയറി പോകുന്നതെന്നൊക്കെ ആലോചിച്ച് പോയി ഗേസ്. പിന്നെ വില്ലേജ് എത്താറായപ്പോഴത്തേക്കും ഞാൻ ഒരു സംഭവം കണ്ടു ഗേസ്. അത് എന്താണെന്ന് അറിയാൻ പാടില്ല, എന്തോ ഒരു കിണ്ടി. സോ ആ പ്രദേശത്തോടെ പോയപ്പോഴേക്കും അവരെന്നെ അറ്റാക്ക് ചെയ്തു. എന്തോ മാജിക്കൊക്കെ എൻ്റെ മേത്ത് വന്ന് വീണ് എന്തോ എഫക്റ്റൊക്കെ അടിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീടും കുറച്ച് മുന്നോട്ട് എൻ്റെ ലാൻഡെന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് സമാധാനമായി. അറിയാണ്ട് ആ ഭാഗത്തുനിന്ന് ബെഡൊന്ന് വീണ് പോയി ഗൈസ്. പിന്നീട് അങ്ങോട്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. പിന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അവരുടെ മേത്തടിച്ച് വെച്ച എഫക്റ്റാണ് ഗൈസ് ഇതിനൊക്കെ കാരണമെന്ന്. സോ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാക്കി. അടുത്ത പ്രാവശ്യം അവന്മാരുടെ ആ ഒരു സ്ഥലത്ത് എന്തായിരിക്കുന്നത്, എന്താ സംഭവം എന്നൊക്കെ ഞാൻ അറിഞ്ഞിരിക്കും ഗൈസ്.
ഇതിനൊരു പ്രാക്ഷിത്വമായിട്ട് അവന്മാരുടെ ആ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് എൻ്റെ കൊട്ടാരത്തിന് മേൽക്കൂര പണിയും ഗൈസ്. സോ ഇതൊക്കെയായിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പോയത്. ഇനി ഫുള്ള് ബർത്ത്ഡേ പാർട്ടിക്കുള്ള പരിപാടികളാണ് ഗൈസ്. എടുത്തുകൊണ്ട് വന്ന ഡാർക്ക് ഓക്കൊക്കെ വെച്ച് 10 ട്രാപ്പ് ഡോർ ഉണ്ടാക്കി ഗൈസ്. then കുറച്ച് വടിയും ലെതറൊക്കെ വെച്ച് ഫ്രെയിം ഉണ്ടാക്കി ഗൈസ്, ഐറ്റം ഫ്രെയിം ഒരു 4 എണ്ണം. സോ നമ്മുടെ ഈ ഷെയർസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നല്ലോ. സോ നമ്മളത് വെച്ച് കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ പറിച്ചെടുത്തു. സോ നമുക്ക് കുറച്ച് വൂളും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ആടിനെയൊക്കെ തല്ലിക്കൊന്നു ഗൈസ്. then നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ തുടങ്ങി. കുറച്ച് ഇലയൊക്കെ 2 സൈഡിലായിട്ട് ഇട്ടു, നടുവിലായിട്ടൊരു പിങ്ക് വൂളും വെച്ചു. ഇനിയും വേണം ഗൈസ് വൂളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ മുന്നേ ഒരു 4 ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയായിരുന്നല്ലോ ഗൈസ്. സോ നമ്മൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ 4 സൈഡിലായിട്ട് പ്ലേസ് ചെയ്തു. ക്യാമ്പ് ഫയറിൻ്റെ തീയും കാര്യങ്ങളൊക്കെ കെടുത്താനായിട്ട് നമ്മൾ ഷവലും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തത്. then നമ്മൾ കുറച്ച് മുന്നേ ട്രാപ്പ് ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ ഗൈസ്. അത് ഇങ്ങനെ മേളിലോട്ടായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് ഇത് കാണാനായിട്ട്? ചെയർ പോലെയൊക്കെ ഉണ്ടോ ഗൈസ്? ഈ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന പോലത്തെ വിൻറ്റേജ് സ്റ്റൈൽ ചെയറാണ് ഗൈസ് ഇത്. പിന്നെ അപ്പോഴേക്ക് രാത്രി ആയതുകൊണ്ട് ഞാനിന്ന് രാവിലെ ആയിട്ട് അയൺസൊക്കെ നഗറ്റ്സാക്കി മാറ്റിയൊരു ലൈറ്റ് ഉണ്ടാക്കിയിരുന്നു ഗൈസ്. ഈ തൂക്കിയിടാൻ പറ്റുന്ന പോലത്തെ ഒരു ലൈറ്റാണ് ഗൈസ് അത്. then ആ ടേബിളിൻ്റെ സൈഡിൽ പോയിട്ട് മേളിലായിട്ട് ഇലയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുത്ത് അവിടെ തന്നെ തൂക്കിയിട്ടു ഗൈസ്. പിന്നെ നമ്മളൊരു 4 ഐറ്റം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ ഗൈസ്. സോ അതൊരു പ്ലേറ്റ് ആണെന്ന് സങ്കല്പിച്ചത് ഞങ്ങൾ 4 സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്ഥലം ഓർമ്മയുണ്ടോ ഗൈസ്? അവിടെ പോയാൽ എന്തായാലും ആടിനെ കാണുമെന്നുള്ളൊരു ധൈര്യത്തിൽ അങ്ങോട്ട് പോയപ്പോഴേക്കും 4 ആടിനെ കണ്ടു. അവിടെ നിന്ന് അതിനെയൊക്കെ തല്ലിക്കൊന്നു. അങ്ങനെ കുറച്ച് വൂളും കാര്യങ്ങളൊക്കെ ശേഖരിച്ചെടുത്തു ഗൈസ്. ആ വൂളും കാര്യങ്ങളൊക്കെ പിങ്കാക്കി മാറ്റി. then ഒരു മുട്ടയും 3 ബക്കറ്റ് പാലും 3 വീറ്റും 2 ഷുഗറൊക്കെ വെച്ചിട്ട് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഗൈസ്. then 2-3 വില്ലേജസിനെയൊക്കെ വിളിച്ചായിരുന്നു. ആര് കേൾക്കാൻ ആര് വരാൻ. ഫൈനലി ഞാൻ ആ കേക്ക് ടേബിളിൽ പ്ലേസ് ചെയ്തു ഗൈസ്. എങ്ങനെയുണ്ട് ഇപ്പോൾ കാണാൻ? സോ ഗൈസ് ഇനി വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അതൊക്കെ കഴിച്ച് തീർത്തു ഗൈസ്. ആൻഡ് ഈ ഒരു ഗെയിം പ്ലേ കളിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെ ദിവസം എൻ്റെ OC ആയിട്ട് ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഗൈസ് രണ്ടാമത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു കിടിലം വീഡിയോ ഇട്ട് അടുത്ത പ്രാവശ്യം വരാം ഗൈസ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്ന ഒരു കൊട്ടാരം തന്നെ ഇവിടെ ഉണ്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വീടും അതും ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കണം എന്നെങ്കിലൊക്കെ ഒരു ദിവസം. ഇതിപ്പോൾ ഒരു 25 ദിവസമായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഒരു 500 ദിവസം അല്ലെങ്കിൽ ഒരു 1000 ദിവസത്തിനുള്ളിൽ ഒരു കൊട്ടാരവും കുറേ വീടും കോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും അതിൽ കയറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ RP മൊത്തം നിങ്ങൾക്ക് കളിക്കാൻ പറ്റും ഗൈസ്, ഒരുമിച്ച് എല്ലാവർക്കും ഗൈസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ഈവൻ ഒരു രാജാവായിട്ട് ഞാൻ നിൽക്കുവാണെങ്കിൽ എൻ്റെ പടകളും നിങ്ങളെല്ലാവരും താഴെ അവിടെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഓരോ കേക്കും കാര്യങ്ങളും എൻ്റെ പൊന്ന് ഗൈസ് വിഷയമായിരിക്കും RP. അതാ പറഞ്ഞ ഗൈസ് നമ്മുടെ സാമ്പിൻ്റെ ആ ഒരു ഇതൊന്നും ഇതിൻ്റെ ഒരു പരിസരത്ത് പോലും എത്തത്തില്ലെന്ന്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.